വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് നമ്മോട് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു. നമുക്ക് രോഗം വന്നാൽ ഡോക്ടറെ കാണണം, അതുമായി ബന്ധപ്പെട്ട ചികിത്സകൾ ചെയ്യണം, രോഗം നിർണയിക്കണം. രോഗം വന്നാൽ ആ രോഗത്തിന്റെ പിന്നിൽ മറ്റു കാരണങ്ങളെ അന്വേഷിക്കുക എന്നുള്ളത് ബുദ്ധിപരമായ കാര്യമല്ല. എനിക്ക് രോഗം ഉണ്ടാകാൻ ഇന്നാലിന്ന് കാരണമാണെന്നൊക്കെ അനുമാനിച്ച് അന്ധവിശ്വാസങ്ങൾ സ്വീകരിച്ച് കണിയാന്റെയും ജ്യോത്സ്യന്റെ ഒക്കെ അടുത്ത് പോയി രോഗം മാറാൻ ശ്രമിക്കുന്ന ചില ആൾക്കാരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതൊന്നും ഒരു നല്ല വിശ്വാസിക്ക് യോജിച്ച കാര്യമല്ല. ലിക്കുല്ലി ദാഇൻ ദവാഉൻ, എല്ലാ രോഗത്തിനും മരുന്നുണ്ട് എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ആ ഒരു സമീപനം നമുക്ക് രോഗത്തെക്കുറിച്ച് ഉണ്ടാകണം. അതുപോലെ തന്നെ രോഗികളെ സന്ദർശിക്കുക എന്നുള്ളത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രമേൽ ശ്രേഷ്ഠമായി പറഞ്ഞ ഒരു കാര്യമാണ്. ഖുദ്സിയായ ഒരു ഹദീസിൽ ഇങ്ങനെ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൽ നിന്ന് പറയുന്നതായിട്ട് ഉള്ള ഒരു ഹദീസാണ് ഖുദ്സിയായ ഹദീസ്. قال رسول الله صلى الله عليه وسلم إن الله عز وجل يقول, അല്ലാഹു പറയുമത്രേ ഖിയാമത്ത് നാളിൽ, യൗമൽ ഖിയാമ, യബ്ന ആദം, എൻ്റെ അടിമകളെ, മരിൽതു ഫലം തഅദുനി, ഞാൻ രോഗിയായി കിടന്നപ്പോ നിങ്ങൾ എന്തുകൊണ്ട് എന്നെ സന്ദർശിച്ചിട്ടില്ല എന്ന് അല്ലാഹു തആല പറയുമത്രേ. ആ സമയത്ത് ഖാല, അടിമ ചോദിക്കും, യാ റബ്ബി, എൻ്റെ റബ്ബേ, കൈഫ അഊദുക വഅൻത റബ്ബുൽ ആലമീൻ, അല്ലാഹുവേ, നീ എങ്ങനെയാണ് രോഗരക്ഷിതാവായ നീ എങ്ങനെയാണ് രോഗിയാവുക? എങ്ങനെയാണ് ഞങ്ങൾ നിന്നെ സന്ദർശിക്കുക? ഖാല, അല്ലാഹു പറയുമത്രേ, അമാ അലിംത, നീ അറിഞ്ഞിരുന്നില്ലേ, അൻ അബ്ദി ഫുലാന, എൻ്റെ ഒരു അടിമ, മരിള, അവൻ രോഗിയായി കടന്ന വിവരം നീ അറിഞ്ഞിരുന്നില്ലേ? നിന്റെ അയൽപക്കത്തിൽ, നിന്റെ കുടുംബത്തില്, കൂട്ടത്തില്. ഫലം തഅദുഹു, എന്നിട്ട് നീ അവനെ സന്ദർശിച്ചിട്ടില്ലാലോ. അമാ അലിംത, നീ അറിഞ്ഞുകൊള്ളുക, അന്നക ലൗ ഉത്തഹു, നീ അവനെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ, ലവജത്തനി ഇൻദഹു, അവിടെ എന്നെ നിനക്ക് കാണാമായിരുന്നു. അപ്പോ രോഗി എവിടെയുണ്ട്? അവിടെ അള്ളാഹുവിന്റെ സാന്നിധ്യമുണ്ട്. അള്ളാഹു ഫി മഅയ്യത്തി മരീദ്, അള്ളാഹു രോഗിയുടെ കൂടെയുണ്ട്. അപ്പൊ രോഗസന്ദർശനം നടത്തിയാൽ അള്ളാഹുവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തൃപ്തി കിട്ടണമെങ്കിൽ രോഗിയെ സന്ദർശിക്കണം. ഈ ഹദീസ് തുടർന്ന് പോകുന്നുണ്ട്. ഇബ്ന ആദം, എൻ്റെ അടിമയെ, ഞാൻ വിശന്ന സമയത്ത് എന്തുകൊണ്ട് ഫലം തുതുഅ്മിനി, നീ എനിക്ക് ഭക്ഷണം നൽകിയില്ല? ആ സമയത്ത് ഈ അടിമ ചോദിക്കും, വകൈഫ ഉത്ഇമുക വഅൻത റബ്ബുൽ ആലമീൻ, നീ എങ്ങനെയാണ് വിശക്കുക? ലോകരക്ഷിതാവായ അല്ലാഹുവല്ലേ. ആ സമയത്ത് അല്ലാഹു പറയും അത്രേ, അമാ അലിംത, നീ അറിഞ്ഞിരുന്നില്ലേ, എൻ്റെ ഒരു അടിമ വിശന്നിരുന്നിരുന്നു. ആ സമയത്ത് നീ അവിടെ അവന്റെ വിശപ്പ് മാറ്റാൻ പോയില്ല. ഫലം തുതിഉഹു, അമാ അലിംത അന്നക ലൗ അതഅംതഹു, നീ അവന് ഭക്ഷണം കൊടുത്തിരുന്നുവെങ്കിൽ, ലവജത്ത ദാലിക ഇൻദി, എന്നെ നിനക്ക് അവിടെ കാണാമായിരുന്നു. മൂന്നാമതും അല്ലാഹു തആല പറയാം, ഇബ്ന ആദം, എൻ്റെ അടിമേ, നീ ഞാൻ വിശന്നപ്പോൾ ഞാൻ ദാഹിച്ചപ്പോൾ എന്തുകൊണ്ട് വെള്ളം തന്നില്ല? ഖാല യാ റബ്ബി കൈഫ അസ്ഖീക വഅൻത റബ്ബുൽ ആലമീൻ, നീ എങ്ങനെയാണ് ദാഹിക്കുക? ലോകരക്ഷിതാവല്ലേ.
ആ സമയത്തും അല്ലാഹു തആല നീ ദാഹിച്ചു വശന്ന എൻ്റെ അടിമയുടെ അടുത്ത് എന്തുകൊണ്ട് ചെന്നില്ല, നീ അറിഞ്ഞിട്ട് എന്തുകൊണ്ട് അവന് വെള്ളം കൊടുത്തില്ല? നീ അങ്ങനെ അവന് വെള്ളം കൊടുത്തിരുന്നുവെങ്കിൽ അവിടെ എന്നെ നിനക്ക് കാണാമായിരുന്നു എന്ന് അല്ലാഹു തആല പറയുന്നതായിട്ട് ഖുദ്സിയായ ഹദീസിലൂടെ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. രോഗി സന്ദർശനം എന്നുള്ളത് അത്രമേൽ പുണ്യമുള്ള ഒരു കാര്യമാണ്. ഇയാദത്തുൽ മരീദ് ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിം, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതയിൽപ്പെട്ട അഞ്ചാമത്തെ കാര്യം ഇയാദത്തുൽ മരീദ്, രോഗ സന്ദർശനമാണ്. അല്ലാഹു തആല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ, പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ പിൻപറ്റാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.